ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക്. ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. യമഹയുടെ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ആ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഓൾറെഡി വളരെയധികം ഹിറ്റ് ആയിട്ടുള്ള ടെനരി 700 ബേസ് ചെയ്തിട്ടുള്ള ടെനരി 321 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ പല മോട്ടോർ സൈക്കിളും യമഹ കൊണ്ടുതന്നിട്ടില്ല. പ്രത്യേകിച്ച് ഓഫ് റോഡ് സെഗ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കത്തി നിൽക്കുന്ന സമയത്തായിട്ട് പോലും യമഹ നമുക്ക് പല മോഡലും തന്നിട്ടില്ല. അത് ലാൻഡർ 250, ലാൻഡർ 150, പിന്നെ അതുപോലെ തന്നെ 150cc ആയിട്ടുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ, അങ്ങനെ പല മോട്ടോർ സൈക്കിളും യമഹ നമുക്ക് ഇന്ത്യയിൽ കൊണ്ടു തന്നിട്ടില്ല. അപ്പോഴാണ് ടെനരി 321 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്റർനാഷണലി ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്യും, അതിനുശേഷം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഏറ്റവും ആദ്യത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടെനരി 321 എന്ന് പറയുന്നത് യമഹയുടെ ഒരു കാർഡിലുണ്ടായിരുന്നു, യമഹയുടെ ഒരു പ്ലാനിലുണ്ടായിരുന്നു, ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഏകദേശം 2020 ഏറ്റവും ആദ്യമായിട്ട് ടെനരി 321 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ യമഹ കൊണ്ടുവരും എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, യമഹയുടെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് പേര് തന്നെയാണ് അത് റിവീൽ ചെയ്തത്. അതെങ്ങനെ റിവീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MT-03 2020 ലോഞ്ചിന്റെ സമയത്ത് യമഹയുടെ ഒഫീഷ്യൽ പറഞ്ഞ കാര്യമാണ്, ഓഫ് റോഡ് സെഗ്മെന്റിൽ അല്ലെങ്കിൽ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റ് വളരെയധികം ഡിമാൻഡ് വരികയാണ്. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ടെനരിയെ ബേസ് ചെയ്തിട്ടുള്ള ടെനരി 321 എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടോർ സൈക്കിൾ കൊണ്ടുവരും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 2025 ജൂണിലെ ഇന്റർനാഷണലി ഏറ്റവും ആദ്യമായിട്ട് ടെനരി 321 എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം 2026 ഇന്ത്യയിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവരിക. എന്തായാലും നമുക്കറിയാം, വേൾഡ് വൈഡ് ആയിട്ട് തന്നെ sub 500cc ആയിട്ടുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന് വളരെ വലിയ ഡിമാൻഡാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KTM 390 പുതിയ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ നമുക്കറിയാം. പഴയ അഡ്വഞ്ചർ 390 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റോഡ് ഓറിയന്റഡ് ആയിട്ടുള്ള മോഡലായിരുന്നു. റോഡ് ഓറിയന്റഡ് ആയിട്ടുള്ള മോഡലിനോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കൂടി KTM കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇപ്പോൾ TVS ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നുണ്ട്, RTX 300 എന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്രിലിയയുടെ RS 457, Tuano 457 ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സെയിം എഞ്ചിൻ യൂസ് ചെയ്തിട്ട് Touareg 457 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളും ഓൾറെഡി അപ്രിലിയ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അത് ഓൾറെഡി ഒരു റാലിയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പല ബ്രാൻഡും, പിന്നെ അതിൽ കൂടുതൽ ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, CF മോട്ടോ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യയിലേക്ക് അവരുടെ 450 MT എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നു. ഓൾറെഡി അവരുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇന്ത്യയിൽ ആ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യും. CF മോട്ടോന്റെ ഒരു സെക്കൻഡ് ഇന്നിങ്സ് ആണ് ഇന്ത്യയിലേക്ക് നടക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ള യമഹയുടെ ഈ ഒരു ന്യൂസ് കൂടി കേൾക്കാനായിട്ട് കഴിഞ്ഞത്. ഇനി യമഹ ഇത് എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുവരും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം. ഓൾറെഡി യമഹയൊക്കെ ലേറ്റ് ആണ്. യമഹ മാത്രമല്ല, ഹോണ്ടയും ഇതുപോലെ തന്നെ XRE 300 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവരും, പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി നമ്മളെ കിടന്ന് പറ്റിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ലേറ്റ് ആയാലും നല്ല രീതിയിൽ വരട്ടെ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തമായിട്ട് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന്റെ കാര്യങ്ങൾ, അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് വളരെയധികം ആകാംക്ഷയുള്ളത് KTM ആണ്. KTMന് എനിക്കറിയാം ഓൾറെഡി കുറച്ച് ബസിനസ് ഇഷ്യൂ, വൈബ്രേഷൻ ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. അതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓൾറെഡി കുറേ ഫിറ്റ് ആൻഡ് നമുക്കറിയാലോ, ബീറ്റ വെർഷൻ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ആണ് നമുക്ക് എല്ലാ ബ്രാൻഡും ഇപ്പോൾ തരുന്നത്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്വഞ്ചർ 390 ഉണ്ട് പല കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നും എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ അത്രേ പറയാനുള്ളൂ. പിന്നെ എക്സ്പൾസ് 210 എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വളരെ ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, XMRന്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒട്ടും സെയിലില്ല. 3 മാസമായിട്ട് ഒട്ടും സെയിലില്ല, 0 സെയിൽസ് ആണ് XMR 210 വന്നതെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സൂൺ ആ ഒരു മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഓടിക്കാനുള്ള ഒരു കൊതിയുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ പിന്നിലും, പിന്നെ പോരാത്തതിന് KTMന് കുറച്ച് വർക്കുകൾ മറ്റു പല ബ്രാൻഡുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തിരക്കാണ്. പിന്നെ ടെസ്റ്റ് റൈഡ് അവൈലബിലിറ്റി തൃശ്ശൂർ കിട്ടുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അറിയാലോ, ഞാൻ ഇപ്പോൾ ടെസ്റ്റ് റൈഡിന് വേണമെന്നുണ്ടെങ്കിൽ എറണാകുളത്തേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പോകാനുള്ള ഒരു മടി, അങ്ങനെയുള്ള പല കാര്യങ്ങളുകൊണ്ടാണ് പല മോട്ടോർ സൈക്കിൾസ് ഓടിക്കാൻ പറ്റാതെ. പക്ഷേ തൃശ്ശൂർ ADV 390 വന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, വണ്ടി അവർ തരികയാണെന്നുണ്ടെങ്കിൽ പോയി ഓടിക്കണം. അത്രേ പറയാനുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, എനിക്ക് വണ്ടി വേണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോഴത്തെ കേസിൽ. അവർ പറയുന്നതിന് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.